സൗന്ദര്യ ചികിത്സയുടെ ഭാഗമായി അടിവയറ്റിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ സ്വകാര്യ സൗന്ദര്യ ചികിത്സാ കേന്ദ്രത്തിൽ ശസ്ത്രക്രിയ നടത്തിയതിനു പിന്നാലെ അണുബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന വനിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ വിരലുകൾ മുറിച്ചുമാറ്റി. മുട്ടത്തറ ശ്രീവരാഹം ഹിമം വീട്ടിൽ പത്മജിത്തിന്റെ ഭാര്യ 31-കാരിയായ MS നീതുവിന്റെ ഇടതു കൈകാലുകളിലെ വിരലുകളാണ് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയിലൂടെ നീക്കിയത്. നീതുവിന്റെ ഭർത്താവ് പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ കഴക്കൂട്ടം അരശുമൂടിൽ പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിനെതിരെ ഇതിനോടകം തുമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നീതു കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. ശേഷം 23-ന് ഡിസ്ചാർജായി. വീട്ടിലെത്തി ഉച്ചയോടെ അമിത ക്ഷീണമുണ്ടാവുകയും ക്ലിനിക്കിലെ ഡോക്ടറെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഉപ്പിട്ട് കഞ്ഞിയും വെള്ളവും കുടിക്കാനായിരുന്നു ഡോക്ടർ ഉപദേശം നൽകിയത്. തുടർന്ന് അന്ന് രാത്രിയോടെ അവശയായ നീതുവിനെ 24-ന് ക്ലിനിക്കിലെത്തിച്ചു. പരിശോധന നടത്തുകയും രക്തസമ്മർദ്ദം കുറഞ്ഞെന്നും മറ്റും പറഞ്ഞ് ക്ലിനിക്കിലെ ഡോക്ടർ സ്വന്തം നിലയ്ക്ക് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചതായി പറഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പരിശോധനയിൽ ആന്തരിക അവയവങ്ങളിൽ അണുബാധയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് 21 ദിവസം വെന്റിലേറ്ററിൽ കഴിയേണ്ടി വന്നു. ഡയാലിസിസിന് വിധേയമായി കഴിയുന്ന നീതുവിന്റെ ഇടതുകാലിലെ ആർട്ടറി ബ്ലോക്ക് ആയതിനെ തുടർന്ന് പാദത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ചലനശേഷി നഷ്ടപ്പെടുകയായിരുന്നു. നീതുവിന്റെ കുടുംബം നൽകിയ പരാതിയിൽ 10 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ഇതിനോടകം ചെലവായതെന്നും പറയുന്നുണ്ട്. മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനത്തിന് നോട്ടീസ് നൽകി അടപ്പിച്ചെന്ന് കഴക്കൂട്ടം പോലീസ് പറഞ്ഞു. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ JK ദിനിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിട്ടും മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, കളക്ടർ എന്നിവർക്കും നൽകിയ പരാതികൾ തുടർ നടപടിക്കായി DME ഓഫീസിലേക്ക് കൈമാറി. ആഴ്ചകളായിട്ടും നടപടിയില്ലെന്ന് അച്ഛൻ KK ശശിധരൻ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് മതിയായ യോഗ്യതയില്ലാത്ത കോസ്മെറ്റിക് അഥവാ സൗന്ദര്യവർദ്ധക ചികിത്സകൾ പെരുകുന്നുവെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. കോവിഡിന് ശേഷം ശരീര മുഖ സൗന്ദര്യം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനായി മലയാളികളുടെ താൽപര്യം മുതലെടുക്കുന്ന വിഭാഗമാണ് ഇതിനു പിന്നിൽ. ഈയിടെ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് 50 ജിമ്മുകളിൽ പരിശോധന നടത്തുകയും 1.5 ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ബ്യൂട്ടി പാർലറുകളുടെയും കോസ്മെറ്റിക് ക്ലിനിക്കുകളുടെയും മറവിലാണ് സൗന്ദര്യവർദ്ധക ചികിത്സ നടക്കുന്നത്. PG ബിരുദമുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കേണ്ട ചികിത്സകളാണ് മതിയായ യോഗ്യതയില്ലാത്തവർ നൽകുന്നത്. ഇതുമൂലം സൗന്ദര്യം മാത്രമല്ല ആരോഗ്യം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. മതിയായ യോഗ്യതയില്ലാതെ ഡെന്റൽ ഡോക്ടർമാർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, മറ്റ് കോസ്മെറ്റിക് ചികിത്സകൾ തുടങ്ങിയവ നടത്തുന്നുവെന്ന് ഒട്ടേറെ പരാതികൾ കേരള ഡെന്റൽ കൗൺസിലിൽ ലഭിക്കുന്നതായി രജിസ്ട്രാർ ഈയിടെ പുറത്തിറക്കിയ സർക്കുലറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഇത് സംബന്ധിച്ച മാർഗരേഖ പ്രകാരം മതിയായ ചികിത്സാ സൗകര്യങ്ങളോടെ PG യോഗ്യതയുള്ള ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻമാർ മാത്രമേ ഇത്തരം ചികിത്സകൾ നടത്താവൂ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, തല കൊണ്ട് വെച്ചു കൊടുക്കുന്നതിന് മുന്നേ അവരത് ചെയ്യാൻ യോഗ്യരാണോ എന്ന് അന്വേഷിച്ച് മാത്രം അത് ചെയ്യുക.